അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്നതാ തലാൽ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം മാഷിത്തയുടെ റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. അതെ, തലാലിനെ തെല്ലൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ അറബി ഉമ്മയും മാഷിത്തയുടെ മാതാപിതാക്കളും ഹംദയും കട്ട സപ്പോർട്ടായതുകൊണ്ട് തന്നെ തലാൽ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. തലാൽ ഒന്നുകൊണ്ട് ഭയക്കേണ്ട, കാരണം നമ്മൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അറബി ഉമ്മ പറഞ്ഞു, മോനെ ധൈര്യമായി പോയിക്കോളൂ, ഒന്നുകൊണ്ടും ഭയക്കണ്ട. പിന്നെ നിന്റെ ജീവിതത്തിലെ ഒരു പെണ്ണ് കാണൽ കൂടിയാണ് കേട്ടോ ഇത്. ശരിക്കും തലാൽ ഞെട്ടിപ്പോയി. ഉമ്മ, അത് ഇത്ര പെട്ടെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോഴേക്കും ഉമ്മ അത് അതെ, എൻ്റെ കുട്ടി വല്ലാതെ ആരെയും ആഗ്രഹിച്ചിട്ടില്ലല്ലോ. എന്നാൽ ആഗ്രഹിച്ചപ്പോഴേക്കും നിനക്ക് സമ്മാനമായിട്ടാണ് ഞാൻ അവളെ നൽകുന്നത്. എന്താ, തൻ്റെ പൊന്നുമോൻ്റെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് അതാ അറബി ഉമ്മ അവനെ പറഞ്ഞയക്കുന്നു. എന്നാൽ ഈ സമയം അറബി ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അതെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് പിതാവില്ലായിരുന്നു. പിതാവില്ലാത്ത എൻ്റെ കുഞ്ഞ്, മാതാവിൻ്റെ സ്നേഹം മാത്രം ലഭിച്ച എൻ്റെ കുഞ്ഞ്, എൻ്റെ പൊന്നുമോൻക്ക് പിതാവിൻ്റെ സ്നേഹം എന്തെന്നാണ് എൻ്റെ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. അത് ഒരു വയസ്സ് ആയപ്പോഴേക്കും എൻ്റെ കുഞ്ഞിൻ്റെ പിതാവ് നഷ്ടമായി. അള്ളാഹുവേ, അതിന് പകരമായിട്ട് എൻ്റെ പൊന്നുമോൻക്ക് കിട്ടുന്ന പെണ്ണ് റഹ്മാനെ അവനോട് സ്നേഹമുള്ളവളായിരിക്കണേ. അതായിരുന്നു അറബി ഉമ്മ ദുആ ചെയ്തിരുന്നത്. കാരണം എൻ്റെ കാലം കഴിഞ്ഞാലും എൻ്റെ പൊന്നുമോനെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് റബ്ബേ, അതിലൂടെ എൻ്റെ തലാലിൻ്റെ കുടുംബം വളരണം. അതെ, എൻ്റെ പൊന്നുമോൻ്റെ വംശപാരമ്പര്യം ഒരുപാടുണ്ടാകണം. എൻ്റെ പൊന്നുമോനെ പോലെ ഒരു കുട്ടി മാത്രമാവരുത് അവർക്ക്. അതെ, പലരും എന്നെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചതാണ്. പക്ഷേ എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞാനത് നിരസിക്കുകയായിരുന്നു. അതെ, എൻ്റെ പൊന്നുമോൻക്ക് ഒരു ഇണതുണ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ അറബിയിൽ നിന്നല്ലാതെ മറ്റൊരു കുഞ്ഞിനെ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇല്ല, എൻ്റെ തലാലിൻ്റെ പിതാവ്, അദ്ദേഹം ഇന്നും എൻ്റെ നെഞ്ചിലുണ്ട്. അതെ, അദ്ദേഹം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ഭർത്താവ് മാത്രം മതി, എൻ്റെ പൊന്നുമോൻ തലാലിൻ്റെ പിതാവ്. ആ നിമിഷം ഉമ്മ അതെല്ലാം അങ്ങ് ഓർത്തുപോയി. അത് അറബി ഉമ്മ കരഞ്ഞു പോയി. തൻ്റെ പൊന്നുമോൻ തന്നെ കെട്ടിപ്പിടിച്ച് ചുംബനം അർപ്പിച്ചുകൊണ്ട് അതാ പെണ്ണ് കാണുവാൻ വേണ്ടി പോവുകയാണ്. അത് മാഷിത്ത ഒട്ടും അറിയുന്നില്ല. ശരിക്കും ആ അറബിയും അറബിച്ചിയും എല്ലാവരും സന്തോഷത്തിലാണ്. നമുക്ക് ഇങ്ങനൊരു ഭാഗ്യം ലഭിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഹംദയെ അവർ വീണ്ടും വീണ്ടും പുകഴ്ത്തി. ഹംദ, എന്തൊക്കെ തന്നെയാലും മോളുടെ ഇങ്ങനൊരു അഭിനയം കൊണ്ടാണല്ലോ, നീ ആണായി വേഷം കെട്ടിയത് കൊണ്ടാണല്ലോ എൻ്റെ പൊന്നുമോൾക്ക് ഇത്രയധികം നല്ലൊരു പുതുമാരനെ കിട്ടുന്നത്. ഹംദയെ അവർ വളരെയധികം പ്രശംസിച്ചു. അല്ല, ഒരിക്കലുമല്ല, എന്നെയല്ല നിങ്ങളെ പ്രശംസിക്കേണ്ടത്. അതാ അവിടെയുള്ള ഷാമിലാണ് എന്നെ ഇതുവരെ ഒരു പോറൽ പോലും സംഭവിക്കാതെ എത്തിച്ചത്. ഷാമിലാണ്. ശരിക്കും അവർ സന്തോഷിച്ചു. അങ്ങനെ അതാ നമ്മുടെ തലാൽ അങ്ങോട്ട് പുറപ്പെടുന്നു മാഷിത്തയുടെ മണിയറയിലേക്ക്. എന്നാൽ മാഷിത്ത ആ റൂമിൽ സങ്കടപ്പെട്ടിരിക്കുന്ന നിമിഷം, അല്ലാ, ഞാൻ ആഗ്രഹിച്ചു പോയി തലാലിനെ, പക്ഷെ ഞങ്ങൾക്കൊരിക്കലും അവനെ കിട്ടില്ല, അതിനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല എന്നാണ് പിതാവ് പറഞ്ഞത്. സാരമില്ല, ഉപരിപഠനത്തിന് പോകാം. അതെ, മാഷിത്ത ശരിക്കും ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അവളുടെ ഡ്രസ്സുകളെല്ലാം അവൾ പാക്ക് ചെയ്യുന്നു. ഇല്ല, ഹംദയുടെയും അജ്മലിൻ്റെയും കല്യാണം ഈ പന്തയിൽ നടക്കട്ടെ, ഞാൻ ഇവിടെ നിന്ന് പോകാം. അതെ, അവർക്ക് വേണ്ടി ഞാൻ ആശംസ ചൊരിഞ്ഞോളാം. സാരമില്ല, എനിക്ക് വേണ്ടി കെട്ടിയ പന്തലാണെങ്കിലും സാരല്ല. ഹംദ അവൾ നല്ലവളാണ്. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട അജ്മൽ, അവർ രണ്ടുപേരും ഒരുമിക്കട്ടെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, സാരമില്ല. അവൾ അവളുടെ ഡ്രസ്സെല്ലാം അതാ പാക്ക് ചെയ്യുകയാണ്. ഇന്ന് തന്നെ പറ്റുമെങ്കിൽ പുറപ്പെടണം എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. ഹംദയോടെല്ലാം പറയണം, എന്നിട്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ, അല്ലാതെ ഇവിടുത്തെ ആളുകളൊക്കെ ഓരോന്ന് ചോദിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നതായിരുന്നു അവളുടെ ചിന്ത. പെട്ടെന്ന് അതാ അവളുടെ
വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. അല്ല, ആരെൻ്റെ വാതിലിന് മുട്ടുന്നത്? ഹംദയാണോ? ഹംദ, വാതിൽ തള്ളി തുറന്ന് പോന്നോളൂ, ഞാൻ കുറ്റിയിട്ടില്ല. ഒരു നിമിഷം തലാൽ എന്ത് ചെയ്യണമെന്നായിപ്പോയി. എന്നാൽ അപ്പുറത്ത് നിന്ന് അതാ ഉമ്മയും, അറബി ഉമ്മയും, അതാ അവളുടെ ഉമ്മയും ഉപ്പയും ഹംദയുമെല്ലാം ആംഗ്യം കാണിക്കുന്നു. തലാൽ ആ വാതിൽ തള്ളി തുറക്കുന്നില്ല. വാതിൽ തുറന്നോളൂ. വീണ്ടും അതാ അകത്ത് നിന്ന് മാഷിദയുടെ ശബ്ദം. ഒരു നിമിഷം അതാ തലാൽ വാതിൽ തുറക്കുന്നു. തലാൽ ശരിക്കും ഞെട്ടിപ്പോയ അവളെ ഒരു നിമിഷം തലാൽ ഒന്ന് നോക്കി. തലാൽ തലാൽ എന്തിനിവിടെ വന്നു? മാഷിദ, തലാൽ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ തലാൽ? സത്യമായിട്ടും ഞാൻ കാണുന്ന സ്വപ്നമാണോ? തലാൽ എൻ്റെ റൂമിലേക്ക് എന്തിനാ വന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ശരിക്കും മാഷിത്തക്ക് അത്ഭുതം തോന്നി. റബ്ബേ, തലാൽ എൻ്റെ റൂമിലേക്ക് വരേ. എന്തിനായിരിക്കും? തലാൽ ഇരിക്കൂ ഇവിടെ. മാഷിത്ത, ഞാൻ നിന്നോടൊരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരു നിമിഷം മാഷിത്തയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി. അല്ലാ, ഇനിയിപ്പോൾ ഞാൻ തലാലിനെ സ്നേഹിക്കുന്നത് തലാൽ എങ്ങാനും അറിഞ്ഞോ? അതിൽ നിന്ന് പിന്മാറണമെന്ന് പറയാനാണോ തലാൽ വന്നിട്ടുള്ളത്? അവൾ ഒരു നിമിഷം താഴോട്ട് നോക്കി. തലാൽ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ എൻ്റെ മനസ്സിലേക്ക് അത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിപ്പോയി. എന്നോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമ ചോദിക്കാം. നിങ്ങളെ ഒന്ന് സ്നേഹിക്കാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ലല്ലോ. മാഷിത്ത, നീ എന്താ പറയുന്നത്? ആരെ സ്നേഹിക്കാൻ? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ? മനുഷ്യർക്കിടയിൽ എന്താണ് ഒരു യോഗ്യതയും കാര്യങ്ങളൊക്കെ? എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ? തലാൽ, എങ്കിലും നിങ്ങൾക്കെന്ന് വെച്ചാൽ വലിയ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് മനസ്സിൽ അങ്ങനെ ഇഷ്ടം തോന്നിപ്പോയി. ശരിയാണ്, ഞാനത് ഹംദയോട് തുറന്ന് പറയുകയും ചെയ്തു. തലാലിനോട് ക്ഷമിക്കണം. എന്തിന് ഞാൻ ക്ഷമിക്കണം? മാഷിത്തയുടെ മുഖത്ത് നോക്കി തലാൽ ചോദിച്ചു. അങ്ങേ ഞാൻ സ്നേഹിച്ചതിന് എനിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ സ്നേഹിച്ചത്. സത്യമായിട്ടും തെറ്റായി പോയെങ്കിൽ ഞാൻ എങ്ങനെ വേണമെങ്കിലും മാപ്പ് പറയാം. ചിരിച്ചുകൊണ്ട് തലാൽ പറഞ്ഞു. മാഷിത്ത, എന്താ, എന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ വല്ലാതെ അങ്ങ്? സത്യമായിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. തെറ്റായി പോയെങ്കിൽ വീണ്ടും അവൾ ക്ഷമ ചോദിച്ചു. മാഷിത, പ്ലീസ് മിണ്ടാതിരിക്കൂ. ക്ഷമയുടെ ആ ഒരു വാക്കിവിടെ പറയണ്ട. മാഷിത്തക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ? അതെ, സത്യമായിട്ടും അള്ളാഹു ആണേ സത്യം, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതെ, മനസ്സിനുള്ളിലേക്ക് കയറിപ്പോയ മുഖമായി പോയി. മാഷിത, എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ? ശരിക്കും മാഷിത്ത പേടിച്ചു. റബ്ബേ, ഇനി എന്നെ സ്നേഹിക്കരുത് എന്നെങ്ങാനും പറയോ എന്ന്. അത് മാഷിത്ത, എനിക്കും നിന്നെ ഇഷ്ടമാണ്. ഒരു നിമിഷം മാഷിത്ത ആ ഒരു വാക്ക് കേട്ട് പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാ, ഞാൻ കേൾക്കുന്നത് സത്യമാണോ? അവൾ തന്നെ ഒന്ന് നുള്ളി നോക്കി. ഞാൻ കാണുന്നത് സ്വപ്നമാണോ? തലാലിൻ്റെ റൂമിലേക്ക് വന്നതും തലാൽ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതും സത്യമാണോ? പഠിച്ചത് സ്വപ്നമാണോ? തലാൽ, ഞാൻ സ്വപ്നമാണോ കാണുന്നത്? അല്ല മാഷിത, ഒരിക്കലുമല്ല. നീ സ്വപ്നമല്ല, യഥാർത്ഥം തന്നെ. അതെ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിനക്ക് എന്നെയോ? തലാൽ, 100 വട്ടം അല്ല, 1000 വട്ടം അല്ല, 10,000 വട്ടം അല്ല. ഇഷ്ടമാണല്ലോ അല്ലേ? അതെ, തീർച്ചയായും, സത്യമായിട്ടും. തലാൽ, ഇത് നമ്മുടെ വീട്ടുകാരറിഞ്ഞാൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് ചെയ്യും തലാൽ? ഞാൻ തയ്യാറാണ്. തലാലിൻ്റെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും വരാൻ ഞാൻ തയ്യാറാണ്. അതെ, എന്നിട്ട് നമുക്ക് നിക്കാഹ് കഴിക്കാം. സത്യമായിട്ടും. മാഷിത,
അങ്ങനെയാണ് നീ ആഗ്രഹിക്കുന്നത്? അതോ എല്ലാവരുടെയും ഇടയിൽ വെച്ച് ഒരു നിക്കാഹാണോ നീ ആഗ്രഹിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട തലാൽ, എനിക്ക് അങ്ങേ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കൽ പോലും നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ചേരില്ലല്ലോ. നിങ്ങളൊക്കെ വലിയ ആളുകളല്ലേ, ഞങ്ങൾ അത്രയൊന്നും ഇല്ലല്ലോ. മാഷിത്ത, നീ വീണ്ടും ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തിനാണ്? എനിക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല. നിനക്ക് എന്താ ആ വാക്ക് അങ്ങ് ഒഴിവാക്കിക്കൂടെ? തലാൽ, എന്ത് ചെയ്യാൻ? ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ മനസ്സിൽ നിന്നത് മായൊന്നില്ല. പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല. നിങ്ങളുടെ അറബിയമ്മയൊക്കെ വലിയ ആളുകളല്ലേ, അതുകൊണ്ട് സമ്മതിക്കൂലല്ലോ ഒരിക്കലും. അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഒരു നിമിഷം തലാൽ അവളുടെ മിഴികളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ആ ഒരു കണ്ണുനീർത്തുള്ളികൾ അതാ തോർത്തുവാൻ വേണ്ടി അവൻ്റെ കൈകൾ അവളുടെ കവിളിൻ്റെ നേരേക്ക് പതിഞ്ഞു. ഒരു നിമിഷം, അല്ലാ മാഷിത, സോറി, നീ എൻ്റേതാണെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി പെണ്ണേ. സത്യമായിട്ടും മാഷിത, എൻ്റെ കൂടെ വരാൻ നീ തയ്യാറാണോ? തീർച്ചയായും ഞാൻ തയ്യാറാണ്. അതെ, അങ്ങയുടെ കൂടെ എങ്ങോട്ട് വേണമെങ്കിലും വരാൻ ഞാൻ തയ്യാറാണ്. മാഷിത, നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അല്ലാതെ എന്ത് ചെയ്യും? എനിക്ക് നിങ്ങളെപ്പോലുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, സത്യമായിട്ടും. അപ്പോൾ എന്താ പ്ലാന്? പോവേ? എൻ്റെ കൂടെ വന്നാൽ നിന്നെ ഇത്രയും ദിവസം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ ഏറെ ആകാംക്ഷയോടെ തൻ്റെ പൊന്നുമോളുടെ കല്യാണത്തിന് വേണ്ടി അവർ ഇതെല്ലാം ഒരുക്കി. ആ ഒരു നിമിഷം വിവാഹപ്പന്തലിൽ നിന്ന് ആ പെണ്ണ് മറ്റൊരുത്തൻ്റെ കൂടെ പോവാന്നൊക്കെ വെച്ചാൽ അതവരുടെ മനസ്സിൽ എത്ര വിഷമിപ്പിക്കും എൻ്റെ മാഷിത. ആ നിമിഷം അത് കേട്ട് അവൾ കരഞ്ഞുപോയി. ശരിയാണ്, അതൊക്കെ ശരിയാണ്. എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ പോറ്റി വളർത്തിയതും എനിക്ക് വേണ്ടി കല്യാണ പന്തലൊരുക്കിയതും എല്ലാം ശരിയാണ്. പക്ഷെ തലാൽ, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അതൊരു തടസ്സമാവുകയാണെങ്കിൽ പിന്നെന്ത് ചെയ്യും ഞാൻ? ഇൻഷാ അല്ലാ, നമുക്ക് എന്താ ചെയ്യാം. എന്തായാലും എന്നെ ഇഷ്ടമാണല്ലോ അല്ലേ? അതെ, സത്യമായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ജീവിക്കുകയാണെങ്കിൽ അങ്ങയുടെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വിവാഹം വേണ്ട. ഏയ്, അങ്ങനെ പറയാൻ പാടില്ല. മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ട് നമുക്ക് കല്യാണം കഴിപ്പിച്ച് തരാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. തലാൽ സമ്മതിക്കില്ലല്ലോ, എന്ത് ചെയ്യും? ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും തലാലിൻ്റെ കൂടെ പോരാൻ തയ്യാറാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് തലാലത അവിടെ നിന്ന് ഇറങ്ങുന്നു. അവളുടെ മുഖം വല്ലാതെ അങ്ങ് വിഷമത്തിലായി. തലാൽ പോകണോ? സോറി, അത്രക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ. പിന്നെ ഒരു കാര്യം, ഈ ഹൃദയത്തിലേക്ക് ഇനി മറ്റൊരാണിൻ്റെ മുഖം ഉണ്ടാവില്ല. അതെ, എന്നെ നിക്കാഹ് കഴിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ നെഞ്ചിൽ എന്നും ഈ മുഖമുണ്ടാകും. അത് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. തലാൽ വാതിൽ തുറന്ന് അതാ പുറത്തേക്ക് പോവുകയാണ്. എന്നാൽ മാഷിത, ശരി, ഞാൻ പോട്ടെ. ഇൻഷാ അല്ലാ പിന്നെ കാണാം. തലാൽ പോവാണോ? അവൾ വിതുമ്പി. വാതിൽ തുറന്ന് തലാൽ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച മാഷിത വരെ ഞെട്ടിപ്പോയി. അതാ അറബി ഉമ്മയും മാഷിത്തയുടെ ഉമ്മയും ഉപ്പയും ഹംദയും അജ്മലും ഷാമിലും എല്ലാവരും കൂടെ തൻ്റെ വീടിൻ്റെ റൂമിൻ്റെ ആ മണിയറ വാതിൽക്കൽ നിൽക്കുന്ന ആ രംഗം പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോയി. ഇല്ല, തലാൽ, അറബിയമ്മയുടെ സ്ട്രോങ് ആയുള്ള ആ ഒരു വിളി അത് കേട്ട് മാഷിത്ത ഞെട്ടിപ്പോയി. മാഷിത്ത പെട്ടെന്ന് തന്നെ തലാലിൻ്റെ മുമ്പിലേക്ക് ചാടി വീണുകൊണ്ട് പറഞ്ഞു, അറബിയമ്മ പ്ലീസ്. ഇല്ല പൊന്നുമോൻ, തലാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തലാൽ അറിയാതെ എൻ്റെ റൂമിലേക്ക് വന്നു പോയതാണ്. ഇല്ല, ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മാപ്പ് ചോദിച്ചോളാം. ഉപദ്രവിക്കരുത്, തലാലിനൊന്നും ചെയ്യരുത്. ദയവായി, തലാൽ പാവമാണ്. തലാൽ അത്രക്കും നല്ലൊരു മനുഷ്യനാണ്. അതെ, അദ്ദേഹത്തോട് ഞാൻ മാപ്പ് പറയാൻ വേണ്ടി തലാലിനെ ഒന്നും ചെയ്യരുത്. തലാൽ,
വീണ്ടും അറബിയമ്മ സ്ട്രോങ്ങിൽ തന്നെയാണ് സംസാരിച്ചത്. അതെ, മാഷിത്തക്കുറപ്പായി തലാലിനെ നല്ല രീതിയിൽ ചീത്ത പറയും. ഈ നിമിഷം തന്നെ തലാലിനെ അവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് മാഷിത്തക്ക് ഉറപ്പായി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അറബിയമ്മയുടെ കാൽക്കൽ വീണു. അറബിയമ്മ പ്ലീസ്, തലാലിനൊന്നും ചെയ്യരുത്, തലാൽ പാവാണ്. മാഷിത്ത, നീ എന്തേ ചെയ്യുന്നത്? എഴുന്നേൽക്കൂ. അറബിയമ്മ മാഷിത്തയുടെ കൈ പിടിച്ച് പൊക്കി. എന്താ മോളെ, നമ്മൾ ആരുടെയും കാൽക്കൽ വീഴാൻ പാടില്ലല്ലോ. അങ്ങനെ വീഴാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം നമുക്ക് സുജൂദ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. നീ എന്ത് ചെയ്തത്? അസ്തഗ്ഫിറുല്ലാ ചൊല്ലിക്കോളൂ മോളെ. അസ്തഗ്ഫിറുല്ലാ അറബിയമ്മ പ്ലീസ്. എന്നാൽ അറബിയമ്മ അവളെ നെഞ്ചോട് ചേർത്തു, അവളുടെ നെറുകിൽ ചുംബിച്ചു. മോളെ, നീ എന്ത് വിചാരിച്ചത്? തലാൽ ഒറ്റയ്ക്ക് അങ്ങ് കയറി വന്നാണെന്നോ? ഞാൻ തലാലിനെ ചീത്ത പറയും, ഉപദ്രവിക്കുമെന്നോ? മോളെ, നിന്നെ പെണ്ണ് കാണാൻ പറഞ്ഞയച്ചാണ് തലാലിനെ. അത് കേട്ട് മാഷിത്ത സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി അറബിയമ്മയുടെ നെഞ്ചിലേക്ക് വീണു. അറബിയമ്മ. എന്നാൽ ഈ സമയം അവളുടെ ഉമ്മയും ഉപ്പയും കരഞ്ഞു പോയി. റബ്ബേ, മോളെ, എന്താ എൻ്റെ മോൻ തലാൽ അറബിയെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് പേരൊക്കെ ചോദിച്ചോ? ഇല്ല അറബിയമ്മ, ഇല്ല. മോളെ, നിന്നെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു വിട്ടത്. തലാൽ എന്താ നിനക്ക് ഇഷ്ടമായോ? ഉമ്മ, തീർച്ചയായും. അല്ല, മോൻക്ക് തലാലിനെ അവളെ ഇഷ്ടമായി തിരിച്ചോ? ഉമ്മ, അവൾക്ക് എന്നോട് ഒരുപാട്. അതെ ഉമ്മ, അറബിയമ്മ, എനിക്ക് തലാലിനെ ഒത്തിരി ഇഷ്ടമാണ്. ആ നിമിഷം അവിടെ കൊട്ടാരത്തിലുള്ളവരെല്ലാം കരഞ്ഞുപോയി. അവിടെ കൂടിയവരെല്ലാം ശരിക്കും അജ്മലിൻ്റെയും ഷാമിലിൻ്റെയും ഹംദയുടെയും എല്ലാം കണ്ണുകൾ നിറഞ്ഞു ആ ഒരു രംഗം കണ്ടു നിന്ന്. അതെ, മാഷിത്ത രാജകുമാരി കണ്ണീരിൻ്റെ ഇടയിലൂടെ അതാ അവളുടെ ആ മനോഹരമായ പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് അറബിയമ്മ, മാഷിത്ത, തലാൽ നിനക്കുള്ളതാണ്, നീ തലാലിനുള്ളതും പോരെ ഇൻഷാ അല്ലാ. അത് കേട്ട അവൾ ഹൃദയം പൊട്ടി അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അല്ലാ, അൽഹംദുലില്ലാ. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. ഹംദയെയും, ഹംദ, നീയാണ് മോളെ എത്രയും പെട്ടെന്ന് ഇതെല്ലാം റെഡിയാക്കിയത്. അതിനെന്താ ഹംദ, നിന്നോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല ഹംദ. ഹംദയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കരഞ്ഞു. എന്നാൽ ഇൻഷാ അല്ലാ നിക്കാഹിനുള്ള പന്തലൊക്കെ ഒന്നുകൂടി സെറ്റാക്കല്ലേ? അറബിയമ്മയുടെ ആ ഒരു നിർദ്ദേശം കേട്ട് ആ കൊട്ടാരത്തിലുള്ള എല്ലാവരും സന്തോഷിച്ചു. അങ്ങനെ അതാ ആ കൊട്ടാരത്തിൽ വീണ്ടും അതാ കല്യാണപ്പന്തൽ ഒരുങ്ങുകയാണ്. 2 നിക്കാഹാണ് അവിടെ നടക്കുവാൻ വേണ്ടി നിൽക്കുന്നത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.